viewers, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് കളക്ഷൻസ് ആയിട്ടോ ദക്ഷ കളക്ഷൻസ് ആയിട്ടോ ടിപ്സ് ആയിട്ടോ ഒന്നും അല്ല വന്നേക്കുന്നത്. ഇന്ന് മോളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മോൾക്ക് ഒരു സീരിയലിൽ ആക്ട് ചെയ്യാനായിട്ടൊരു പെട്ടെന്നൊരു അവസരം വന്നു. അപ്പോൾ സൂര്യ ടി വിയിലാണ്, സുന്ദരി എന്ന സീരിയലാണ്, നിങ്ങൾ പലരും കാണുന്നുണ്ടാവും സീരിയൽ. അപ്പോൾ അതിൽ മഴ എന്ന ക്യാരക്ടറാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പഴയ മഴ പോയിട്ട് പുതിയ മഴ വന്നിരിക്കുകയാണ്. ആ മഴ ഏതാണ്? ആ മഴയാണ് ഞാൻ. ഇങ്ങ് വാ, ഇത് എവിടെ ഓടണേ, ഇങ്ങ് വന്നേ, നമുക്കത് പരിചയപ്പെട്ടിട്ടേ എല്ലാവരും. അപ്പോൾ ഇതാ മഴ വന്നിട്ട് ക്ഷീണിച്ച് കിടക്കുവാണ്. ഒരു ഷോട്ട് കഴിഞ്ഞു കേട്ടോ, ഒരു ഷോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ബ്രേക്ക് ടൈമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇപ്പം അടുത്ത ഷോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ ഓടിച്ചാടി അവിടെ ഇവിടെയൊക്കെ നടക്കും. അപ്പോൾ ഞാനിപ്പോൾ പിടിച്ച് നിർത്തിയതാണ്. ചാനലൊന്ന് നമുക്ക് എല്ലാവരും ഒന്ന് കാണിക്കാം. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും കാണിക്കാം കേട്ടോ. അപ്പോൾ സൂര്യ ടി വിയിലാണ്, സുന്ദരി എന്ന് പറഞ്ഞ സീരിയലാണ്. അപ്പോൾ അതിലെ ആർട്ടിസ്റ്റുകളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിൽ സുന്ദരിയായിട്ട് അഭിനയിക്കുന്ന അഞ്ജലി, പിന്നെ മഴ, ഞാനാണ് മഴ അല്ലേ. പഴയ മഴ പോയിട്ട് പുതിയ മഴ വരാൻ പോവാണ്. മഴ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്, ഈ സീരിയലിലെ ക്യാരക്ടറിൻ്റെ പേരാണ് മഴ. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അപ്പോൾ എല്ലാവരെയും വ്ളോഗിലേക്ക് സ്വാഗതം. അമ്മ ആദ്യം വന്ന് ഇതുവരെ ഇറക്കില്ല. ഏത് കഥയായിരിക്കും? അമ്മൂട്ടി തന്നെ ഒന്ന് ഗസ് നോക്ക്. അപ്പോൾ വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു, പക്ഷെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കണ്ടത് ഷൂട്ടിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ലൊക്കേഷന് മോളുണ്ട്. മോളുടെ അച്ഛമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അച്ഛമ്മ. നിങ്ങളെല്ലാവരും ചാനൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബ്രേക്ക് ടൈമാണ്. അപ്പോൾ നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ഓരോ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം ബ്രേക്ക് ടൈം കളിയാണ് മൊത്തം കളിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ ഇത് വന്നിട്ട് ദക്ഷയുടെ കൂടെ അഭിനയിക്കുന്ന കുട്ടിയാണ് ആദി, അവൻ്റെ അമ്മ. ചേച്ചി എല്ലാവരായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്നുകൂടെ അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസമാണ് ഷൂട്ടിൻ്റെ. റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞിക്ക് ഷൂട്ട് ഉച്ചയ്ക്കാണ് അല്ലേ, ഉച്ചയ്ക്കാണ് ഷൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റൂമിൽ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരോടും പരിചയപ്പെട്ടോ? ആരെ കൂടുതൽ ഇഷ്ടമായ സെറ്റിൽ? ആരെ ഇഷ്ടമായി കൂടുതൽ? ക്യാമറമാൻ അങ്കിളെയാണോ ആദിക്കുട്ടനെയാണോ? ആദ്യം. അപ്പോൾ ഇവളുടെ കൂടെ അഭിനയിക്കുന്ന ഒരു കൊച്ചുണ്ട് കേട്ടോ, ആദ്യം എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര കമ്പനി ആയിരിക്കുകയാണ്. ഇപ്പം രണ്ടുപേർക്ക്, ഇപ്പം അവനില്ലെങ്കിൽ ഇവൾ അഭിനയിക്കില്ല, ഇവളില്ലെങ്കിൽ അവൻ അഭിനയിക്കില്ല. അങ്ങനെ രണ്ടുപേരും നല്ല കമ്പനി. ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡേ 4 ആണ്. അപ്പം ഞാൻ ഓരോന്ന് വിശദമായിട്ട് അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് രക്ഷക്കുട്ടി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ആദ്യമായിട്ടാണ് സീരിയലിലൊക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ സാധാരണ അമ്മമാർക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ആ ഒരു ഇതും ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ റൂമിലാണ്. അപ്പം അവർ ഉച്ചയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പം മോൾ അങ്ങനെ ആദ്യമായിട്ട് ആക്ട് ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് ആക്ട് ചെയ്തെങ്കിലും അവിടെ നന്നായിട്ട് ചെയ്തു കേട്ടോ. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു. പക്ഷെ ഞാൻ അത്യാവശ്യം കുറച്ച് ടെൻഷനായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെയായിരിക്കും ക്യാമറയിൽ നന്നായിട്ട് ചെയ്യുമോ അതോ ടെൻഷൻ അടിക്കുമോ അതോ ഇന്ന് കരയുമോ ക്യാമറയുടെ ഫ്രണ്ടിൽ, അങ്ങനെ ആകെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ല കൂളായിട്ട് ആ ഡയറക്ടർ സാർ പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ കാണണം. ഇപ്പോൾ സീരിയലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീരിയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്കാണ് റിപ്പീറ്റേഷൻ. രാത്രി 10:30 സുന്ദരി സീരിയലാണ് സൂര്യ TV-യിൽ. മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വഴിയെ കാണാം ഷൂട്ടൊക്കെ. ഓടി മോളെ ലക്ഷ്മി നിക്ക് മോളെ, ഇവിടെ ശ്രദ്ധിച്ചോ? നിക്ക് മോളെ, മുടിയൊന്ന് കെട്ടട്ടെ. മുടി മഴ പറഞ്ഞ മുടി അത്രേ കെട്ടിയൊക്കെ മതി. കെട്ടല്ല ചേച്ചി, ഇപ്പൊ തട്ടി മാറ്റി കൈ തട്ടി മാറ്റേ. പറയ്ക്കോ. ആദ്യം അച്ചപ്പെടുത്തി. ഇനി 2 പുറപ്പെടുത്തേ. പയ്യെ കണികളുണ്ടേ. ചിരിച്ചോ. ഇനി കൊണ്ടുപോയി ഉറക്കിയതായിട്ട് വെച്ചോ. ഇനി പറയ്ക്കോ. ഇനി താഴോട്ടിറങ്ങിക്കോ. ഇനി ഫോൺ എടുത്തോ. നമ്പരൊക്കെ ഇങ്ങോട്ട് കൈ 2 വരപ്പൊക്കെ വരച്ച് ഒരു നമ്പർ കിട്ടി. അതിനകത്തൊരു കുത്തോള്. എന്നിട്ട് ചെവിയിലിട്ട് പോയി ദേഷിച്ചു വന്നില്ല. ദേഷിച്ച് നോക്കൂ. ഇങ്ങോട്ട് നോക്കാം. അമ്മ എടുക്കണ്ടോ നോക്ക്. നേരെ ഇരുന്നോ. ഗൈസ്, അപ്പോൾ ലൊക്കേഷനിലെത്തി. മോളുടെ സുന്ദരിയുടെ മെയിൻ ലൊക്കേഷനാണ്. സുന്ദരിയുടെ വീടാണിത്. അടിപൊളി വീടാണ്. കാണേണ്ട വീട് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീട് കാണിച്ചു തരാം. മോള് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രസ്സിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞ. അപ്പോൾ ഞങ്ങൾ ആക്ട് ചെയ്യാനായിട്ട് റെഡി ചെയ്യാൻ നിൽക്കുകയാണ്. 4th ഡേ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിശദമായിട്ട് ഞാൻ ഷൂട്ടും വീടും എല്ലാം കാണിച്ചു തരാം കേട്ടോ. തിരിച്ചോ. അപ്പോൾ വ്യൂവേഴ്സ്, അപ്പോൾ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഷൂട്ട് നടക്കുകയാണ്. ഇവിടെ ചെറിയ ബ്രേക്കിലാണ്. അപ്പം റൂമിലിപ്പോൾ ഞാനുണ്ട്, മോളുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം സുന്ദരിയുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം സുന്ദരീനെ. സുന്ദരി ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇത് റെസ്റ്റ് എടുക്കുന്ന സുന്ദരി. ഹലോ, ഗുഡ് നൈറ്റ്. യൂട്യൂബിന് വേണ്ടിയാണ്. യൂട്യൂബ്. ഓക്കെ. സുന്ദരിയുടെ അമ്മായിയമ്മ ചെറിയ സുന്ദരി ഒന്ന് എഴുന്നേറ്റ്. എന്തെങ്കിലും പറഞ്ഞു. എല്ലാ പ്രേക്ഷകരുടെ വിഷു ആശംസകൾ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചല്ലോ. അപ്പൊ ഞങ്ങളെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സുന്ദരികളാക്കുന്ന ചേച്ചി ഇറവത്താണ് ചേച്ചിയുടെ വീട്. ഇവിടെ ടീ ബ്രേക്ക് ആയിട്ട് എല്ലാവരും ചായയൊക്കെ കുടിക്കുക. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെയും കൂടി ഉണ്ട്. നാളെയും കൂടെ കഴിഞ്ഞ് ഷൂട്ട് അവസാനിക്കുകയാണ്. അപ്പം ഇത് എൻ്റെ മോളുടെ കൂടെ അഭിനയിക്കുന്ന ആദിയുടെ അമ്മയാണ്. അപ്പോൾ സന്തോഷ് മമ്മി
അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെയിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചില്ലറ കാര്യമല്ല, ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കുറേ നമ്മൾ മെനക്കെടണം, എഫേർട്ട് എടുക്കണം. നമ്മൾ ഇവരേക്കും കുട്ടികളെല്ലാം അഭിനയിക്കുന്നത്, അപ്പൊ അമ്മമാർക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ നമുക്കാണ് ഏറ്റവും കൂടുതൽ പണി. അതെ, ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്തു. ഇല്ലല്ല, ഇതിന്റെ പുറകിന് നമ്മൾ നടക്കണം കുട്ടികളാണ്. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ വലിയ പാടില്ല. നമ്മുടെ കൂടെ വന്ന വലിയവരാണെങ്കിൽ ഒരു വിഷയമില്ല. നേരെ മറിച്ച് കൊച്ചു പിള്ളേരാകുമ്പോൾ അവരുടെ ഡ്രസ്സ് മിക്കപ്പോഴും 4, 5 ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോഴൊക്കെ ഇവരുടെ കൂടെ തന്നെ നടക്കണം. പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മള് നോക്കണം. എല്ലാവരും ഫുഡ് ഉണ്ട്, ആരല്ലേ അഭിനയിക്കുന്നത്, നിങ്ങളല്ലല്ലോ, നിങ്ങൾ ഫ്രീ ആണല്ലോ. അങ്ങനെ പറയും ചിലർ. പക്ഷെ അത് അവർക്ക് അറിയില്ല. വന്ന് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്രയും പാടുള്ള ഒരു പരിപാടി. കാണുന്ന കണക്കല്ല, ഭയങ്കര ബോറാണ് കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ മടുപ്പാവും. നമ്മളിങ്ങനെ കണ്ട് നമുക്ക് മടുപ്പാവും. പിന്നെ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ കുട്ടികൾ സ്ക്രീനിൽ കാണുന്നു, പിന്നെ അവർക്ക് നല്ലൊരു ഇത് കിട്ടുന്നു, പ്രൊഫൈല് കിട്ടുന്നു. അപ്പൊ അതിന്റെ ഒരു ആ ഒരു എഫേർട്ട് എടുക്കും. അതെ അതെ, അപ്പൊ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ എഫേർട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കളക്ഷൻസ് കാണിക്കാത്തതിന്റെ മെയിൻ കാരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അടിപൊളിയായിട്ടോ. താങ്ക് യു. അപ്പോൾ ഒരാൾ ലൊക്കേഷനിൽ വന്നിട്ട് ഷൂട്ട് കഴിഞ്ഞതാ വന്നു. ഇതാണ് ഞങ്ങളുടെ സുന്ദരീരം മഴമോള്. ഒരാൾ ആദ്യം വിളിച്ചോളൂ. ആദ്യം വിളിച്ചിട്ട് അപ്പൊ ഞാനിപ്പം നിങ്ങൾക്ക് വിശദമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കാണിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ ഫുള്ള് കളിയാണ്. ഇവര് രണ്ടുപേരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അതെ അതെ. അപ്പൊ കഥകളൊന്നും പറയുന്നില്ല, എല്ലാം നിങ്ങൾ കാണുക. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. സൂര്യ ടിവിയില് വൈകുന്നേരം 6 മണിക്കാണ്. റിപ്പീറ്റേഷൻ ഉണ്ട് രാത്രി 10:30 അല്ലേ, ഉച്ചയ്ക്ക് 2 മണി. അതെ. അപ്പൊ അങ്ങനെ ഇതിലെ ക്യാരക്ടേഴ്സ് കാണിക്കാം. അപ്പൊ ഇതാണ് ആദി, ഇതാണ് ഞങ്ങളുടെ മഴമോള്, എന്റെ തെച്ചുകുട്ടി. അപ്പൊ ഹായ് പറഞ്ഞു. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വന്നിട്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യണം. വൈകുന്നേരം രാത്രി 10:30 ഉണ്ട്. എല്ലാരും കാണണം. അപ്പൊ അങ്ങനെ ഷൂട്ടിങ്ങിന്റെ ബ്രേക്ക് ആയി ഇപ്പോ. അതാണ്. അപ്പോൾ എല്ലാവരും വിശദമായിട്ട് കാണുക. ഈ സീരിയൽ ലൊക്കേഷനൊക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ കളക്ഷൻസ് എല്ലാം ഞാൻ കൊണ്ടുവരുന്നതാണ്, വഴിയെ വരുന്നതാണ്. കുറച്ച് തിരക്കായതുകൊണ്ട്. അതെ. നല്ല അപ്പൊ അങ്ങനെ ഓക്കെ, ബൈ ബൈ.